ഒരു അടയാളപ്പെടുത്തലുകളാണ് ഈ മഞ്ഞ നിറത്തിലും ഓറഞ്ച് നിറത്തിലും കാണുന്നത്. അതോടൊപ്പം തന്നെ വേറിട്ട മറ്റൊരു കാഴ്ചകളും കാണാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ഡ്രഡ്ജിങ് സംവിധാനത്തെ കുറിച്ച്. അതായത് നമ്മൾ ബോട്ടിലൊക്കെ ചെല്ലുമ്പോൾ ബോട്ടിൽ അത് ഇങ്ങനെ ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബോട്ടിൽ മണ്ണ് വന്ന് അടിയാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഷിപ്പ് ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ ബാർജ് ഉപയോഗിച്ച് മാറ്റുന്നത്. സെയിം ഒരു പ്രോസസ്സ് നമ്മൾ പരിചയപ്പെട്ട നാഷണൽ വാട്ടർവേയുടെ ആഴം കൂട്ടുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് നീല നിറത്തിലുള്ള പോയിട്ടുണ്ടല്ലേ, അതെല്ലാം ഇങ്ങനെ പൈപ്പ് ലൈനിലാണ് ആ കരപ്രദേശത്തോട്ട് ആ മണ്ണിങ്ങനെ മാറ്റം ചെയ്യുന്ന കാഴ്ചയാണ്, ആ ഡ്രഡ്ജർ സംവിധാനമാണ് നമ്മൾ അടുത്ത വശം കാണുന്നത്. അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ പരിചയപ്പെട്ട 6ഓളം നദികൾ ഇവിടെ വന്ന് പതിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ മണലുവാരോ ചെളിവാരലോ ഒന്നും ഇപ്പോൾ കായലിലില്ല, നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാലക്രമേണ ഈ കായലിന്റെ ആഴം കുറഞ്ഞു വരികയാണ്. അപ്പൊ അതിന്റെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഈ നാഷണൽ വാട്ടർവേയുടെ ആ അടയാളപ്പെടുത്തലുകളിൽ ഈ ആഴം കൂട്ടുന്ന പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ നാഷണൽ വാട്ടർവേയിലൂടെ പാതിരാമണ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു. അപ്പൊ സഞ്ചാരികളെല്ലാവരും ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചോളുക. നോൺ AC ക്യാബിലുള്ള സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക് 80 സീറ്റുണ്ട് അവിടെ. ഗ്രൂപ്പായിട്ട് വന്നവരെല്ലാവരും ഓരോ സീറ്റിലേക്ക് ഒന്ന് തിരികെ